അപ്പോൾ മക്കൾസ് ഇന്ന് മംഗലാപുരത്തിനടുത്തുള്ള ഉടുപ്പിയിലാണ് പോകുന്നത്. അപ്പോൾ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ ഇവിടെ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഉടുപ്പിയിലെ മാൽപേ ബീച്ചിനടുത്തുള്ള സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അപ്പോൾ ഉടുപ്പിയിൽ നിന്ന് ഓട്ടോ മാർഗം ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ മാർഗം ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും കഷ്ടിച്ചൊരു 6 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യണം മാൽപേ ബീച്ചിലെത്താൻ. അപ്പോൾ മാൽപേ ബീച്ചിലെത്തിയിട്ടുണ്ട്. അതിനടുത്തുള്ള ഫിഷ് മാർക്കറ്റാണ് കാണുന്നത്. സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കുള്ള റൂട്ട് കാണിക്കുന്ന ബോർഡാണത്. അപ്പോൾ മക്കൾസ് നമ്മൾ മാൽപേ ബീച്ചിൽ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് ബോട്ടിൽ പുറപ്പെടേണ്ട ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് മാൽപേ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ മാൽപേ ബീച്ചിനെ പറ്റി ഞാൻ നിങ്ങളോട് ഇതുവരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ ബീച്ചിൽ നിന്നും 6 കിലോമീറ്റർ, അതായത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ കടലിൽ കൂടി ബോട്ടിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു ദ്വീപാണ് സെൻറ്റ് മേരീസ്. ബോട്ട് മാർഗം വേണം അവിടെ എത്തിച്ചേരാൻ. അപ്പോൾ കർണാടക ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. പിന്നെ മുതിർന്നവർക്ക് 350 രൂപയും 10 വയസ്സിൽ താഴെയുള്ളവർക്ക് 150 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സഞ്ചാരികളെയും കാത്തു നിന്ന് ബോട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഒരു ബോട്ട് സഞ്ചാരികളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക്. ഇനി അടുത്ത ബോട്ടിലേക്ക് റെഡി ആയിട്ട് ആളുകൾ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. എല്ലാവരും ടിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ പുറപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായി കടലിൽ കൂടെ ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് തന്നെയാണ്. കാരണം മുമ്പ് നമ്മുടെ മാഹിപ്പുഴയിൽ, മയ്യഴിപ്പുഴയിലും അതുപോലെ മോന്താലിലൊക്കെ പുഴയിൽ കൂടെ ബോട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് കടലിൽ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണുള്ളത്. ഇവിടുത്തെ വെള്ളം നോക്കിയാൽ ഈ കടലിലുള്ള ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്നെല്ലാം പറയണമെങ്കിൽ ഈ വെള്ളം കയ്യിലെടുത്തിട്ട് വേണം പറയാൻ. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറ്, ഒരു കച്ചറയോ അലമ്പോ ഇല്ലാത്ത നല്ല 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 മുത്തുമണി പോലത്തെ വെള്ളം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മലപ്പേ ബീച്ചിൽ നിന്ന് 6 കിലോമീറ്ററാണ് പിന്നെ സെൻറ്റ് മേരീസ് ഐലൻഡിലുള്ളത്.
ഇതൊങ്ങ കാണുന്നതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള സെൻറ്റ് മേരീസ് ഐലൻഡ്. നമ്മൾ ആ വലിയ ബോട്ടിൽ നിന്ന് ഈ ഒരു ചെറിയ ബോട്ടിലേക്ക് മാറി. ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഐലൻഡിലേക്ക് ഇറങ്ങാൻ. നമ്മൾ ഇറക്കി വിട്ട ബോട്ട് അതാ പോയിട്ടുണ്ട്, തിരിച്ചു പോകുന്നു. അതാ അല്ല, ബോട്ട് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. 3:40 മടങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം 2:35. അപ്പോൾ 3:40, 1 മണിക്കൂർ, 1 അവറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. 1 അവർ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് മക്കളെ സെൻറ്റ് മേരീസ് ഐലൻഡ്. കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പിയിലുള്ള മൽപ്പയിലുള്ള ഒരു ദ്വീപാണിത്. ചെരുപ്പെല്ലാം എടുത്ത് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും അതാ ചെരുപ്പെടുത്ത് കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. 3:40 റിട്ടേൺ ചെയ്യാൻ പറയുന്നുണ്ട്. എല്ലാവരും മടങ്ങാൻ പറയുന്നുണ്ട്. ഓക്കെ, അതാ ചെരുപ്പതാ പോകുന്നു. ചെരുപ്പ് പോയി. പോട്ടെ, അതിനെ നോക്കണ്ട. അപ്പോൾ ഈ ദ്വീപിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലായ്പ്പോഴും ഇവിടെ സന്ദർശകർക്ക് അലൗഡ് ഉണ്ടായിരിക്കുന്നതല്ല. പ്രത്യേകിച്ച് മെയ് 15 ശേഷം സന്ദർശകരെ ഈ ദ്വീപിലേക്ക് കടത്തിവിടുന്നതല്ല. കാരണം മെയ് 15 കാലവർഷം സ്റ്റാർട്ട് ചെയ്യുന്ന, കാലവർഷം കനക്കുന്നതോടുകൂടെ അങ്ങോട്ടേക്കുള്ള സന്ദർശനം ഇവർ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ മെയ് 15 മുമ്പായിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കണം. അതുപോലെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുക, അങ്ങോട്ടേക്ക് സന്ദർശകരെ അനുവദിക്കുക. അതിനുശേഷം കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. കത്തിപ്പറക്കുന്ന ചൂടിൻ്റെ ഇടയിൽ ഒരു മഞ്ഞളവിടെ നിന്നുകൊണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാം അങ്ങ് ലൈക്ക് ചെയ്തേക്ക്. ഒരു ലൈക്ക് കൊടുക്കുക, ഷെയർ കൊടുക്കുക. പറ്റുമെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ഒരു ചിലവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മക്കൾസ് ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു മനോഹരമായൊരു ഇടം തന്നെയാണിത്. ഇതുണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് ഒരു ചുറ്റുമതിലുണ്ടാക്കിയിരിക്കുകയാണ് ഇവർ. അപ്പോൾ മക്കൾസ്, ചരിത്രപരമായിട്ടും ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ സ്ഥലത്തിന്. നമ്മുടെ വാസ്കോ ഡ ഗാമ, പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോ ഡ ഗാമ നമ്മളൊക്കെ പഠിച്ചതുപോലെ, പാഠപുസ്തകങ്ങളിൽ പഠിച്ച പോലെ, കോഴിക്കോട് കാപ്പാട് തീരത്ത്
ഇറങ്ങിയതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ വരുന്നതിന് മുമ്പ് വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് 1498 നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. 1498 ഈ ഒരു ദ്വീപിൽ എത്തുന്നതും ഈ ദ്വീപിന് ഈ പേരിടുന്നതും വാസ്കോ ഡ ഗാമയാണെന്നാണ് ചരിത്രം പറയുന്നത്. ആരോടോ പക തീർക്കുന്നത് പോലെ ചൂടതിൻ്റെ കാഠിന്യം അപാര ചൂടാണ്. കത്തിപ്പറക്കുന്ന ചൂട് എന്ന് പറഞ്ഞാൽ കത്തിപ്പറക്കുന്ന ചൂട്. ഒരു കണക്കിന് ഈ ഒരു സമയത്ത് ഇവിടെ വരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. കാരണം നിറത്തിലുള്ള ബസാൾട്ട് ശിലകൾ അത് ഈ ദ്വീപിനെ ഒന്നുകൂടെ മനോഹരമാക്കുകയാണ്. അതുപോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ലാവ തണുത്തുറഞ്ഞ് ഉണ്ടായതാണത്ര ഈ ഒരു ബസാൾട്ടിക് ശിലകൾ. അത് ഈ ഒരു പ്രദേശത്തെ വളരെ മനോഹരമാക്കുന്നുണ്ട്. നേരിട്ട് പോയിട്ട് അനുഭവിച്ചറിയേണ്ട കാഴ്ചകളാണിതൊക്കെ. വളരെ അത്ഭുതം തോന്നുന്നു. കാരണം കരയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററോളം കടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കൊച്ചു പ്രദേശം, ഇങ്ങനെ ഒരു ദ്വീപ്, ആ ദ്വീപിൽ ഇതുപോലെ കാണുന്നില്ലേ ഭക്ഷണ കൗണ്ടറും, പിന്നെ ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും കൂൾ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. നല്ലൊരു അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഏതായാലും നമ്മളെ മടക്കയാത്രക്കുള്ള ബോട്ട് വന്നു കഴിഞ്ഞു. ആദ്യം നേരത്തെ നമ്മൾ ഇറങ്ങിയതുപോലെ തന്നെ കൊച്ചു ബോട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നു. അതിൽ ഓരോരുത്തരായിട്ട് കയറി. അപ്പോൾ മക്കൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കടലിൽ യാത്ര ചെയ്തതിൻ്റെ ഒരു സുഖം അനുഭവിച്ചറിയുകയാണ്. ദ്വീപിനെ വിട്ടുപിരിയാനുള്ള വിഷമം കൊണ്ടാന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പം ആരുടെ മുഖത്തും വലിയൊരു സന്തോഷമൊന്നും കാണുന്നില്ല. ഒരു മരിച്ച വീട് പോലെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ ഒരു മരിച്ച വീടിൻ്റെ പ്രതീതിയാണ് ബോട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തിച്ചേരാം. എൻ്റെ പിന്നെ ചില അശ്രദ്ധ കാരണം എൻ്റെ ടിക്കറ്റ് മിസ്സായി, എൻ്റെ ട്രെയിൻ മിസ്സായിപ്പോയി. ട്രെയിൻ മിസ്സായിപ്പോയി. അത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഉടുപ്പിയിലേക്ക് ഡയറക്റ്റ് ട്രെയിനുണ്ട്. ഇപ്പം ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് ഉടുപ്പിയിലേക്ക് വന്നത്. അപ്പോൾ ഡയറക്റ്റ് ട്രെയിനുണ്ട്, അവിടുന്ന് ഓട്ടോ മാർഗം വരാം. അപ്പം മറക്കണ്ട, എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്ക്. ഓക്കെ.